ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ദാനിയേലിന്റെ ദർശനങ്ങൾ. 4 മൃഗങ്ങൾ. ബാബിലോൺ രാജാവായ ബൽഷാസറിന്റെ 1-ാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയെടുക്കുകയും അതിൻ്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു. ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ കടൽ, 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെ പോലെയായിരുന്നു ആദ്യത്തേത്. അതിന് കഴുകന്റെ ചിറകുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ 2 കാലിൽ നിർത്തി. മനുഷ്യന്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇത് 2-ാമത്തെ കരടിയെ പോലെ മറ്റൊരു മൃഗം. ഇതാ 2-ാമത് കരടിയെ പോലെ ഒരു മൃഗം. അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ട് അത് 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുള്ള പുലിയെ പോലെ മറ്റൊരു മൃഗം. അതിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തവുമായ 4-ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്കു പല്ലുകൾ ഉണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ള കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മുൻപേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്നു. അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ 3 വേരോടെ പിഴുതു മാറ്റപ്പെട്ടു. ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വൻപ് പറയുന്ന ഒരു വായും. മനുഷ്യപുത്രൻ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി. പുരാതനമായവൻ ഉപവിഷ്ടനായി. അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ തീജ്വാലകളായിരുന്നു. അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവന്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സ്നേഹിച്ചു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവന്റെ മുമ്പിൽ നിന്ന് ന്യായാധിപ സഭ്യനായ വിധിക്ക് ഉപവിഷ്ടനായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിന്റെ വൻപ് പറച്ചിൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിന്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും
ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജാവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇളവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായി. ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിന്റെ എല്ലാം പൊരുൾ എന്താണെന്ന് ചോദിച്ചു. അതിന്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന 4 രാജാക്കന്മാരാണ് ഈ 4 മഹാമൃഗങ്ങൾ. എന്നാൽ അത്യുന്നതന്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. മറ്റുള്ളവരെന്നും വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്കുവല്ലും ഓട്ടുനഖവും ഉള്ളവനും വെട്ടി വിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തവനായ 4ാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ തലയിൽ ഉണ്ടായിരുന്ന 10 കൊമ്പുകളെയും മറ്റു 3 എണ്ണത്തെയും വീഴ്ത്തിയതും കണ്ണുകളും വൻപ് പറയുന്ന വായും ഉള്ളതും മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യം അറിയുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. പുരാതനായവൻ വന്ന് അത്യുന്നതന്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നതുവരെ, പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, 4ാമത്തെ മൃഗം ഭൂമിയിലെ 4ാമത്തെ ഒരു സാമ്രാജ്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും അത് വ്യത്യസ്തമായിരിക്കും. അത് ഭൂമി മുഴുവൻ വെട്ടി വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും ചെയ്യും. ഈ സാമ്രാജ്യത്വത്തിലുള്ള ഉയർന്നു വരുന്ന 10 രാജാക്കന്മാരാണ് 10 കൊമ്പുകൾ. അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും. അവന്റെ മുൻഗാമികളിൽ നിന്ന് അവൻ വിഭിന്നനായിരിക്കും. അവൻ 3 രാജാക്കന്മാരെ താഴെ ഇറക്കും. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതന്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയങ്ങളും സമയത്തിന്റെ പകുതി വരെയും സമയത്തിന്റെ പകുതിയും അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപ സഭ വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടനാവുകയും അവന്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ. ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ദർശനത്തിന്റെ വിശുദ്ധീകരണം. ഞാൻ ദാനിയേൽ എന്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി, ഞാൻ വിവരണനായി, എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദാനിയേലിന് നൽകപ്പെട്ട ദർശനങ്ങള് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല. ദൈവവചനം കൃത്യമായി മനസ്സിലാക്കാൻ ആർക്കു കഴിയും? ഓരോ ദിവസവും വചനം എഴുതപ്പെട്ടത് സ്ഥിരമാണെങ്കിലും അതിൻ്റെ വിശുദ്ധീകരണങ്ങളും ഉൾക്കാഴ്ചകളും വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദാനിയേലിന് ലഭിച്ച ആ ദർശനങ്ങള് ഞങ്ങളുടെ ഹൃദയമാകുന്ന അൾത്താരയിൽ സ്ഥാപിച്ചുകൊണ്ട് ആ വചനത്തെ പറ്റി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും സമർത്ഥമായി ഞങ്ങളിൽ ഉണ്ടെങ്കിലേ ഈ വചനവും പ്രാർത്ഥനകളും ഞങ്ങളിൽ സമൃദ്ധിയായിട്ട് പുൽത്തകിടിയായിട്ട്
ഉണ്ടാവുകയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 23-ാം സങ്കീർത്തനം ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച നിറഞ്ഞ പുൽത്തകിടിയിൽ അവിടുന്ന് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് വചനത്തിലൂടെ ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളായി കിടക്കുന്ന പ്രത്യേകിച്ച് തലസംബന്ധമായ രോഗങ്ങളുള്ളവരുടെ ശിരസ്സുകളിലേക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, നന്ദി. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങളെല്ലാവരും ഈ വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം കഴിയുമെങ്കിൽ 3 പ്രാവശ്യം വായിക്കുക. മനസ്സിലായില്ലെങ്കിലും വീണ്ടും വായിക്കുക. ദൈവമേ, നന്ദി.